നൃപൻ, എന്താണ് നിലവിൽ വി എസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരം? തീർച്ചയായും എല്ലാവരും വലിയ തരത്തിൽ ഉത്കണ്ഠയോടെ നോക്കി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദരണീയനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുതിർന്ന ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി.എസ്. അച്യുതാനന്ദൻ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തിരുവനന്തപുരത്തെ SUT എന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും രാവിലെ 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് വി.എസിൻ്റെ ആരോഗ്യനില വിലയിരുത്തിയിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരുന്നു. ഈ യന്ത്ര ഉപകരണങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കിഡ്നിയുടെയും ഹൃദയത്തിൻ്റെയും ശ്വാസതടസ്സം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ തീവ്ര വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുന്നു. 3 വിഭാഗങ്ങളിൽ ഡോക്ടർമാർ അദ്ദേഹത്തെ ഒബ്സർവേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാർഡിയോളജി വിഭാഗം, നെഫ്രോളജി, ഒപ്പം തന്നെ ന്യൂറോളജി അടക്കമുള്ള 3 വിഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധയോടുകൂടിയുള്ള ചികിത്സയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. ഇന്നലെ മകൻ അരുൺകുമാർ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ അദ്ദേഹം വി.എസിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് നൽകിയിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് ഇന്നലെ രാവിലെ സ്ഥിതിഗതികളിൽ വലിയ തരത്തിലെ പുരോഗതി ഉണ്ടായിരുന്നില്ല എന്നതാണ് രാവിലെ വരെ ഡോക്ടർമാർ മെഡിക്കൽ ബോർഡ് ചേരുന്ന ഘട്ടത്തിൽ പോലും പറഞ്ഞത്. പക്ഷേ വൈകിട്ടോടുകൂടി നേരിയ പുരോഗതി ഉള്ളതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇന്ന് മെഡിക്കൽ ബോർഡ് ചേർന്ന് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാക്കി ഈ നിലവിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് പരിശോധന നടത്തി വിലയിരുത്തൽ നടത്തും. 72 മണിക്കൂറാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള ഒബ്സർവേഷൻ ടൈം എന്ന് പറയുന്നത്. ഡയാലിസിസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അത് 72 മണിക്കൂറാണ് അത് പൂർത്തിയാകുക. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീര സ്ഥിതി പരിശോധിച്ച ശേഷം ബാക്കി കാര്യങ്ങളിൽ ഡോക്ടർമാർ തീരുമാനമെടുക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളിൽ കാത്തിരിക്കുന്നത്. വി.എസ്. കഴിഞ്ഞ പലതവണ സമാനമായ ഗുരുതരമായ അവസ്ഥയിൽ സമാനമായ ആശുപത്രി പ്രവേശിപ്പിക്കുകയും വലിയ തരത്തിൽ ചികിത്സകൾക്കൊക്കെ പൂർത്തിയാക്കിയ ശേഷം വേഗം തിരിച്ചു വരികയും വീട്ടിലേക്ക് മടങ്ങി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മെഡിക്കൽ ബോർഡ് ഏറെ നിർണായകവും കൂടിയാണ്. അത് സംബന്ധിച്ച് 10:30 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യോഗം ചേർന്ന ശേഷം ഡോക്ടർമാർ വിലയിരുത്തി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച വിശദീകരണം നൽകും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രിമാർ അടക്കം സന്ദർശിച്ചിരുന്നു. മന്ത്രി വി. ശിവൻകുട്ടിയും MP രാജേഷും ഒക്കെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞത് നേരിയ പുരോഗതി കാണുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ബന്ധുക്കളും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും വി.എസിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പാർട്ടിക്ക് പുറത്തും ആരാധകരുള്ള ആ വലിയ നേതാവിനെ കാത്തിരിക്കുകയാണ് മടങ്ങി വരുന്നതിന് വേണ്ടി.